മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 1975 മുതൽ 76 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ മികച്ച ഓവറോൾ പെർഫോമറായി തെരഞ്ഞെടുക്കപ്പെട്ട MA വൈഗിക്കുള്ള ക്യാഷ് അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. റിട്ടയേർഡ് അധ്യാപകൻ K ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജെയ്മോൻ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം യുവാക്കളിൽ എന്ന വിഷയത്തെക്കുറിച്ച് പോലീസ് ഓഫീസർ AN സിജു വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് പ്രദീപ് കുമാർ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധികളായ P രാജാമണി, KA അശോകൻ, CS സുരേന്ദ്രൻ എന്നിവർ ചടങ്ങ് സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയിട്ട് ഇയാൾ പറയുന്നത് മുഴുവനും യൂണിഫോർണിയ യൂണിവേഴ്സിറ്റി എന്നാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം ഇദ്ദേഹം ആളുകളൊക്കെ വണ്ടറടിച്ച് നിന്നു, എന്താണെന്ന് മനസ്സിലായില്ല. അവസാനം അദ്ദേഹം ഇറങ്ങി തിരിച്ചു പോകുന്ന സമയത്ത് ആണ് ആൾക്ക് പോകുന്നുണ്ടായത്. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി നിന്ന്, അതായത് യൂണിഫോർണിയ യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞിടത്തേക്ക് നിങ്ങൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിന്ന് വായിക്കണമെന്ന്. അപ്പോൾ ഞാനിനിയിപ്പോൾ SKHS പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ, അതാണ് വെന്യം. അപ്പോൾ ഈ ഫോമോ എന്ന് പറയുന്നത്, നമ്മളൊരു ഫോട്ടോ ഇട്ടു, നമ്മുടെ കൂട്ടുകാരൊരു ഫോട്ടോ ഇട്ടു, കൂട്ടുകാർക്ക് ഒരു 50 ലൈക്ക് കിട്ടി, ഹൃദയം ഏകദേശം അതിനടുത്ത് കിട്ടി. നമ്മൾ ഇട്ടിരുന്ന സാധനത്തിന് 25 പേരെ കണ്ടുള്ളൂ. ഈ പറഞ്ഞ ഈ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്ന അവസ്ഥയാണ്. ഒരേ ഫോട്ടോയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾക്കൊരു ആദി വരെയാണ്, നമുക്കൊരു ഉത്കണ്ഠ വരെയാണ്. എന്ത്, ഞാൻ മിസ്സിങ് ഔട്ട് ആവുകയാണോ, കുറഞ്ഞു കിട്ടിയ ആളെന്ന് വിചാരിക്കുകയാണ്, ഞാൻ ഇല്ലാതാവുകയാണോ? ആ ഒരു ഭയമാണ്, അല്ലെങ്കിൽ ആ ഭയത്തിനെ പറയുന്നതാണ് ഫോമോ എന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. മക്കളെ, ഇതെന്താ കുഴപ്പമെന്നറിയോ? ഇതല്ലാണ്ട് വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഇടുന്ന ഒരു അസുഖമാണത്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ബർത്ത്ഡേ ഉള്ളൊരു കുട്ടി വന്നിട്ട് എല്ലാവർക്കും 2 മിഠായി വീതം കൊടുത്തു. നമ്മുടെ അടുത്ത് ഇപ്പോൾ തീർന്നു പോയതുകൊണ്ടായിരിക്കും, പക്ഷെ നമ്മൾക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ. അപ്പോൾ തുടങ്ങി നമ്മൾ വിചാരിക്കാൻ തുടങ്ങി, എന്നെ മാത്രം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല. അത് കൈൻഡ് ഓഫ് ഫോമാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ആവശ്യമുള്ളതാണോ? നിങ്ങളുടെ ജീവിതത്തെ അത്യാവശ്യം, ആവശ്യം, ആഡംബരം, അനാവശ്യം എന്ന് പറഞ്ഞിട്ട് 4ആയിട്ടൊന്ന് വിഭജിക്കുക. ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോൾ, വിശേഷ ഈ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സംഗതികളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ 4 സംഗതികളെ ഒന്ന് കൊണ്ടുവരിക. അത്യാവശ്യമാണോ, ഇനി ആവശ്യമാണോ, ആഡംബരമാണോ, അനാവശ്യമാണോ? ഞാൻ പറയുന്നു, അനാവശ്യം എന്ന് പറയുന്ന സാധനത്തെ നിഷ്കരുണം എടുത്ത് കളഞ്ഞേക്കുക. നേരത്തെ നമ്മളോട് ഈ ആശംസാ പ്രാസംഗികൻ ഒരാൾ പറഞ്ഞു, കാരുണ്യം ചൊരിയണമേ എന്ന് പറയുന്നു, അത് വളരെ കുറവാണ്, സഹിഷ്ണുത എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ കാലത്തും ഒരുപാട് കാരുണ്യമൊക്കെ ഉണ്ട്, നമ്മളറിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഡി വണ്ടിയിൽ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് മുണ്ട് എടുത്ത് കൊടുത്ത ഒരു കാരുണ്യവാൻ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം ചായ കെറ്റിൽ കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ കാലത്തും ഞാൻ പറയില്ല, ഞാൻ ഒരു സ്ഥലത്തും പറയില്ല. കാരണം ഞങ്ങളൊക്കെ 4 പേര് സ്കൂൾ വിട്ട് പോകുമ്പോൾ ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും കല്ലെടുക്കും എറിയാനായിട്ട്. നമ്മളെല്ലാവരും കാലം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നോക്കൂ, ഇപ്പോഴത്തെ 4 കുട്ടികളാണ് പോകുന്നതെങ്കിൽ അവരാരും കല്ലെടുക്കില്ല. നമ്മൾ പറയും അവരിങ്ങനെ മൊബൈൽ ഫോണിൽ നോക്കി നടക്കുന്ന ആളുകളാണ്, യാതൊരു തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത ആളുകളാണെന്നൊക്കെ പറയുമെങ്കിലും അവരങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. ഈ പറഞ്ഞ പ്രളയം പോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ, ഈ ന്യൂജൻ കുട്ടികൾ, അവരവരുടെ പ്രതിബദ്ധതയൊക്കെ തെളിയിച്ചതാണ്. സമയം വളരെ കുറഞ്ഞെന്ന് പറയുന്നു കേട്ടോ. ഈ 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. മക്കളെ, നിങ്ങൾ ഈ ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യുമെന്നറിയോ? ഒരാൾ കല്ലെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു 3 പേര് വേണ്ടാന്ന് പറയും, അതങ്ങ് പോയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ പറയുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ട് ഞങ്ങളങ്ങനെയൊന്നുമല്ല, കണ്ട പട്ടിയും പൂച്ചയൊക്കെ ഇതിനെ കല്ലെടുത്തെറിയും ദുഷ്ടതരങ്ങൾ മുഴുവൻ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും മോശക്കാരൊന്നുമല്ല. പക്ഷേ നിങ്ങളെ ചുറ്റി ഞങ്ങളെക്കാൾ അധികം ചതിക്കുഴികളുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവരെ എല്ലാം അഭിസംബോധന ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിൻ്റെ
ഫലം അനുഭവിക്കുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കും. മനസ്സിലായോ? ഇമോഷണലി, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഞാൻ പറയാൻ കാരണം, നിങ്ങളൊരു കുത്തി വിട്ടാൽ നിങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഏതെങ്കിലും, ഞാൻ വിഷയത്തിലേക്ക് കുറച്ചൊന്നും തോന്നുന്നു അല്ലേ, ഈ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എഗ്രി എന്ന് പറഞ്ഞിട്ട് സാധനത്തിന് ടച്ച് ചെയ്യണം ഇല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ സാധനം വായിക്കാറുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടില്ല, ഇതുവരെ വായിച്ചിട്ടില്ല അല്ലേ? എന്നാൽ നിങ്ങൾ എല്ലാ ആപ്പുകളും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഞാനും വായിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരും വായിച്ചിട്ടുണ്ടാവില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത് വായിക്കാൻ പറ്റില്ല, അത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനമാണ്. നിങ്ങൾ മിസ്സിനോട് ചോദിച്ചോ, അവരും വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ആപ്പുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ സാധനത്തിൽ എഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ മുഴുവൻ വ്യക്തിഗത വിവരങ്ങളുണ്ടല്ലോ, അതങ്ങോട്ട് പോകുന്നുണ്ട്. ആ വ്യക്തിഗത വിവരങ്ങൾ അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമ്മളൊരു ചപ്പൽ അന്വേഷിക്കുമ്പോൾ മറ്റ് സ്ഥലത്ത് നിന്നും നമുക്ക് ചപ്പലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും വരിക. നിങ്ങൾ കാണുന്ന റീൽസ് ഉണ്ടല്ലോ, ആ റീൽസ് നിങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പം ബീറ്റിൽസിൻ്റെ ആ കൊറിയൻ ബാൻഡില്ലേ, അവരുടെ എന്താണ് പറഞ്ഞോ, ബീറ്റിൽസ് അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. BTS എന്നല്ല പറഞ്ഞത്, ബീറ്റിൽസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിവേ ആ ബാൻഡിൻ്റെ മ്യൂസിക്കാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കി ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളതൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. പോലീസ് കേസിലേക്കും സൈബർ ക്രൈമിലേക്കൊക്കെ പോകാനായിട്ട് അത് നിങ്ങളുടെ അശ്രദ്ധ കാരണമാകുന്നുണ്ട് കേട്ടോ. 1930 ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നുണ്ടെന്നതിന് വലിയ കാര്യം. നിങ്ങൾ ഏതെങ്കിലും ഗെയിം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ടച്ച് ചെയ്യുമ്പോൾ പോകുന്ന നിങ്ങൾ പാവപ്പെട്ടവരാണോ പണക്കാരാണോ നോക്കിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഓക്കെ അവർ പോയിക്കോട്ടെ, അവർ നോക്കിയാൽ ഓക്കെ. ഈ ബസ്സിന് പോകുന്ന കുട്ടികളുണ്ടോ? അതല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഞാൻ വരാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ക്ലാസ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിർത്തേണ്ടി വരുന്നത്. മനസ്സിലാക്കി വയ്ക്കുക, ഇതൊക്കെ ഉപയോഗിക്കുന്നത് മനുഷ്യനാണ്, ഇതൊക്കെ നിർമ്മിച്ചത് മനുഷ്യനാണ്. നമ്മുടെ ഏറ്റവും ലളിതമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ലളിതവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത്. അല്ലാതെ മറ്റൊരാളെ ദ്രോഹിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വെറുപ്പ് ഉണ്ടാക്കുന്നതിനോ വേണ്ടിയിട്ട് അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നിഷ്ഠയോടെ, ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കേട്ടോ. നല്ലത് വരട്ടെ. നന്ദി. നമസ്കാരം. വളരെ ലളിതമായ രീതിയിലായിരുന്നു സാർ ക്ലാസ് എടുത്തത്. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു എടുത്തത്. എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ പറയാണ്, അത് എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഒരു വിഷയമാണ് അത് വളരെ ലളിതമായ രീതിയിൽ. പിന്നെ ഈ ക്ലാസ് എടുക്കുന്ന സീരിയസ് സാർക്കും പിന്നെ നമ്മുടെ 75-76 ബാച്ച് SSLC സ്റ്റുഡൻസിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.